മധുരം തുളുമ്പുന്ന സുന്ദരവേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. സർഗനാദലയങ്ങൾക്ക് അനുഗ്രഹ മധുരവുമായി നമ്മുടെ സ്വന്തം ജഡ്ജസ്. വെൽക്കം ജഡ്ജസ്. ആലാപന മധുരത്തിന്റെ സ്നേഹ നൈർമല്യ ഭാവവുമായി പാട്ടുവേദിയിലേക്ക് എത്തുന്നു സനിക കുട്ടി. വെൽക്കം സനിക ഓൺ സ്റ്റേജ്. സനിക, എന്തോ സാർ? എല്ലാരും ഹീൽ പുറത്തായി അല്ലേ? ഏത് പാട്ടാ പാടുന്നത്? വയലാർ സാറിന്റെ റൗണ്ടില് സൂര്യകാന്തി. ഒരിക്കലും മരിക്കാത്ത, ഒരിക്കലും വാടാത്ത, എപ്പോഴും നല്ല സുഗന്ധമുള്ള സൂര്യകാന്തി. നല്ല പാട്ട്, നല്ല സെലക്ഷൻ. ബാബുക്കയുടെ സംഗീതം. കാട്ടുതുളസി എന്ന ചിത്രം അല്ലേ? വാട്ട് എ കോമ്പോസിഷൻ. ആസാദ്യം. ഒന്നും പറയാനില്ല, പാട്ട് കേൾക്കാം. അത്ര മാത്രമേ ഉള്ളൂ. ഇതിനെപ്പറ്റി കൂടുതൽ പറയാൻ ഞങ്ങൾ ആരും അർഹരല്ല. അത്രയ്ക്ക് അതിമനോഹരമായിട്ടുള്ളൊരു പാട്ട് ജാനകിയമ്മ അങ്ങ് മനസ്സിൽ അങ്ങ് പാടിയേക്കാം. അത്രേ ഉള്ളൂ, വേറൊന്നും. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു മാം. സനിക, നല്ല പാട്ട്. എങ്ങനെ പാടി എന്ന് ഒരു സ്വയ വിശകലനം ചെയ്താൽ എന്തു പറയും?
പെർഫെക്റ്റ് ആയിട്ട് പാടാൻ പറ്റിയിട്ടില്ല, പല സ്ഥലങ്ങളും സംഗതി ഇത് ആർക്കും പറ്റില്ല. ഞാൻ ഇന്ന് വരെ ജാനകിയമ്മ പാടി വെച്ചിരിക്കുന്ന പെർഫെക്ഷനോടുകൂടി ഒരിക്കലും ജാനകിയമ്മയെ പോലെ പാടുക എന്ന് പറയുന്നത് നടക്കത്തില്ല. അത് ചിന്തിക്കുകയേ വേണ്ട. ആ പാടി വെച്ചിരിക്കുന്നത് പോലെ ഒപ്പിയെടുത്ത് പാടുന്ന ആൾക്കാരുണ്ടല്ലോ, ഗായികമാരുണ്ട്. ഇന്ന് വരെ ഞാൻ അങ്ങനെ ഒരു പാട്ടുകാരി ജാനകിയമ്മ ഈ റെക്കോർഡ് പോലെ പാടിയിരിക്കുന്നത് ഞാൻ കേട്ടിട്ടേ ഇല്ല. സത്യമാണ് പറയുന്നത്. പിന്നെ മോൾ ഇന്ന് പാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞൂടാ, പാടി തീർന്നിട്ട് പോകാനുള്ള ഒരു വ്യഗ്രതയാണ് ഞാൻ ഇതിനകത്ത് കാണുന്നത്. മോള് കുറേ സ്ഥലങ്ങൾ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മോക്കിത് പൂർണ്ണമായിട്ട് പാടാൻ സാധിക്കും. എന്നാലും കുറച്ച് മിസ്റ്റേക്സ് വരും. പക്ഷേ ഇത് ഒരുപാട് വന്നു. നമുക്ക് തിരുത്താൻ പറ്റുന്നതിലും ഉപരി കുറേ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. അതായത് തേടുവതാരയാര്, വെയിലറിയാതെ മഴയറിയാതെ സെക്കൻഡ് ടൈം, ദേവതാരുവിൻ തണലിലുറങ്ങും, താപസകന്യകയോ, കനക മനോരഥമേറി അതിൻ്റെ സംഗതി, പിന്നെ അത് അടുത്ത തേടി അതിൻ്റെ സംഗതി, വനവീഥിയിൽ നിൽപ്പു 2 ടൈപ്പുണ്ട്, അതിൻ്റെ പെർഫെക്ഷൻ. പിന്നെ അവസാനം ഒരു നാഥനുണ്ടായിരുന്നു, ഞങ്ങൾ സീറ്റിൽ നിന്ന് ചാടിപ്പോയി. അത് വല്ലാത്തൊരു നാഥനായി പോയി. മോളെ കൈവിട്ട് പോയതാണത്. അത് മോളെ കുറ്റം പറയല്ല, പാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാതെ ഔട്ട് ഓഫ് എക്സൈറ്റ്മെൻറ്റ് ഓർ സംതിങ് ഞങ്ങൾ നിഷ്പ്രഭരായിപ്പോയി. കാരണം നാഥൻ എവിടെയോ പോയി നിന്നു. അതായത് തുടക്കം തൊട്ട് അവസാനം വരെ ഒരു കോൺഫിഡൻസ് ലെവല് ഒരു 50% ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പാട്ട് നമുക്ക് പാടാൻ പറ്റും, അത് ഉറപ്പാണ്, പാടാൻ പറ്റും. ഇതിനെക്കാട്ടി ഭംഗിയായിട്ട് പാടാൻ പറ്റും. കാരണം കുറേ സ്ഥലങ്ങൾ ഇതിനിടയിൽ വന്ന വർഷങ്ങൾ പോകുവതറിയാതെ, ദേവദാരുവിൻ തണലിലുറങ്ങും, അതൊക്കെ നല്ല ഭംഗിയായിരുന്നു, നല്ല സുഖമായിരുന്നു, നല്ല ശബ്ദമായിരുന്നു. ഇന്ന് ശബ്ദവും നല്ല ശബ്ദ സ്വാതന്ത്ര്യമുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഓരോ ദിവസം അല്ലേ, ചില ദിവസം നന്നാവും, ചില ദിവസം തെന്നിപ്പോവും. അതുകൊണ്ട് ഡോണ്ട് വറി. ഈ പാട്ട് ആരും അങ്ങനെ അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് പാടിയ ചരിത്രമില്ല. എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല കേട്ടോ. എന്തായാലും ട്രൈ യുവർ ലക്ക് നെക്സ്റ്റ് ടൈം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സനിക, എന്താ സർ? എന്തൊരു കോമ്പസിഷനാണിത്. ഓ, ഒരു നിവൃത്തിയില്ല. ചില പാട്ടുകളുണ്ട്, ഈ പാട്ടിനൊന്നും പകരം വേറൊരു കോമ്പസിഷൻ ഇല്ല. സൂര്യകാന്തി പോലും ഇല്ല മറ്റേ പാട്ടെന്ന് പറയാൻ ഒരു പാട്ടുമില്ല. ഒരൊറ്റ സൂര്യകാന്തിയേ ഉള്ളൂ. കാര്യം അത് അത്ര ക്വാളിറ്റിയാണ്. അത് ആ കമ്പോസർ, ആ ലിറിസിസ്റ്റ്, അതുപോലെ ഈ പാടിയേക്കുന്നത് ഒരു എന്താ പറയേണ്ട, ഒരു ഇവിടെ അങ്ങും ഈ പ്ലാനറ്റിൽ ഉണ്ടാവേണ്ട ഒരു ജന്മമല്ല ജാനകി അമ്മയുടേതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ അമ്മയ്ക്ക് ആസ്മ പ്രോബ്ലം, ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ഈ കയറിയേക്കുന്നത്. അത് ഒറ്റയടിക്കൊക്കെ നിന്ന് പാടിയതായി നമ്മൾ കേട്ട് ഈ നിഷ്പ്രഭരായിട്ട് നിൽക്കുന്നത്. അത് പ്രധാനമായിട്ട് അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. മോള് എനിക്ക് പറയാനുള്ളത്, ഒന്നും കൂടെ ആത്മാർത്ഥമായിട്ടിരുന്ന് ഈ ഒരു കോമ്പറ്റീഷന് വേണ്ടി അല്ലാതെ ഇരുന്ന് വളരെ സിൻസിയറായിട്ട് കേട്ട് അത് പഠിക്കണം. കേട്ട് വന്ന് ഞങ്ങളെ ഒന്ന് പാടി കേൾപ്പിക്കണം. എൻ്റെ മോളെ കൊണ്ട് പറ്റും. അതിൽ പല പല ചെറിയ ചെറിയ സംഭവങ്ങൾ അത് ആത്മാവ് ഉൾക്കൊണ്ടാൽ മാത്രമേ നമുക്കത് റെൻഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. വെറും സ്വരം എഴുതി വെച്ചിട്ട് പാടാൻ പറ്റത്തില്ല. ഇത് പെർഫെക്റ്റായിട്ട് പാടി അടുത്ത ഓസ്കാർ അങ്ങെടുത്ത് കയ്യിൽ തരും. അങ്ങനൊരു പാട്ടാണ്. അപ്പം മോളെ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. അപ്പം അത് ആവശ്യമില്ല. ഞങ്ങൾ മോളെടുത്ത് നിന്ന് ഇത് പ്രതീക്ഷിക്കുന്നുമില്ല. അതുള്ള സത്യം പറയാമല്ലോ. മോള് നല്ല പാട്ടുകാരിയാണ്. അപ്പം ഉഴപ്പി ഇത് കളഞ്ഞാൽ നമുക്ക് കലി വരും. എന്ത് വരും? കലി. ആ, അത് വരുത്താതിരിക്കുക കേട്ടോ. അപ്പം അടുത്ത തവണ വാക്കാണേ അസാധ്യമായിട്ട് പഠിച്ചിട്ട് വന്ന് ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കാൻ മോളെ. മോള് പഠിക്കാത്ത, അത് കേട്ട് പഠിക്കാത്തതിൻ്റെ ഒരു കുറവ് മൊത്തത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അടുത്ത തവണ കലക്കണം. മോനെ സനിക കുട്ടി, എനിക്ക് സനികയുടെ പാട്ട് ഭയങ്കര ഇഷ്ടാട്ടോ. താങ്ക് യു സോ മച്ച് മാം. സനികയുടെ വോയിസ് എത്ര രസം. പ്രത്യേകിച്ച് സനികയ്ക്ക് ഒരു സാറ്റ് പായിന്ന് മധ്യസ്ഥായി, ആ പായിന്ന് മേലെയുള്ള ഹയർ ഒക്ടേവ് ഉണ്ടല്ലോ, ഹയർ ടോൺ, എന്തൊരു രസമാണെന്നറിയാവോ മക്കളെ, എന്ത് രസമാണ് കേട്ട. അല്ല എന്താ പറയണത്, അങ്ങനെ നമുക്കൊരു നല്ലൊരു കുയിൽനാദമുള്ള കുട്ടിയാണ്. ഞാനിങ്ങനെ ഇവിടെ ഇരുന്ന് ആലോചിക്കായിരുന്നേ, ടോപ്പ് സിംഗർ സീസൺ 4 ഒരുപാട് കുട്ടികളുടെ സൗണ്ട്, പെൺകുട്ടികളുടെ ഈ ഒരു ഏജുള്ള പെൺകുട്ടികളുടെ എത്ര രസമാണ്. നിറയെ എല്ലാവരും നല്ല നല്ല ശബ്ദത്തിനുടമകൾ. സോ നിങ്ങളൊക്കെ എത്ര അല്ലേ ഉടമകൾ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ വലിയ ധനാഢ്യകളാണ് നിങ്ങളെല്ലാവരും. കാരണം അത്രയും നല്ല വലിയ അല്ലേ, നമുക്ക് കോടികൾ കൊടുത്താലും നല്ല സൗണ്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അത്രയും വലിയ ധനാഠ്യകൾ എന്ന് പറഞ്ഞാൽ അത്രയും ധനമുണ്ട് കയ്യിലെന്ന്. ഇപ്പോൾ കോടികൾ കൊടുത്താൽ പോലും നല്ല ശബ്ദം ഇല്ലതാനും. ടോപ്പ് സിംഗേഴ്സ് അല്ലേ, പിള്ളേർ വന്നുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ, എത്ര നല്ല സൗണ്ടുള്ള
ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് നന്നായിട്ട് പഠിച്ച് പാടുന്ന ഒരു കുട്ടിക്ക് പിന്നെ എന്ത് പാട്ടും പാടാം. ഇതൊരു വലിയ ഒരു ഡോക്ടറേറ്റ് പോലെയാണ്. അത്രയും ഒരു അതിൻ്റെ സംഗതികളായിട്ടും അതിൻ്റെ ആ ഒരു വേ ഓഫ് ആ ഒരു സ്ട്രക്ചർ അത് കമ്പോസ് ചെയ്തിരിക്കുന്നതും. പിന്നെ എന്നെ ചോദിച്ചാൽ ഇന്ത്യയിലെ നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ജാനകി അമ്മയാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലോങ് ട്രാവലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഒരുപാട് രാജാ സാറിൻ്റെ ഒരുപാട് പാട്ടുകൾ ജാനകി അമ്മയുടെ കേട്ടുകൊണ്ട് പോയാൽ വേറൊരു സിംഗേഴ്സ് ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അശ്യോ എന്തൊരു ആ ഉയരെന്ന് പറയില്ലേ, ആ ഒരു എന്താണ് ചേട്ടാ ഇതിന് പറയണ മലയാളത്തിൽ, ജീവൻ, ആ ജീവൻ ഉള്ള ആ ഒരു ആത്മാവുള്ള ആ സംഗീതം എന്ന് പറയുന്നത്. മോളതിനകത്ത് ആ ദേവതാരുവിൻ തണലുറങ്ങും അസതിയിട്ട് പാടിട്ടോ ആ ഒരു സംഗതി അതേപോലെയായി മറ്റുള്ളതും കൂടെ അങ്ങ് വന്നിരുന്നെങ്കിൽ എൻ്റെ പൊന്നെ ഞങ്ങളിവിടെ എഴുന്നേറ്റ് തുന്തിലനാടിയന്, ആനന്ദ തുന്തിലനാടിയന്. സത്യമായിട്ട് മോക്കത് ഇവിടെ നിന്ന് ഇറങ്ങിയ സൂപ്പറായിട്ട് ഇത് ഫുൾ ഇതുപോലെ പാടുന്ന എനിക്ക് തോന്നി ശരിക്കും. ഇല്ലേ ചേട്ടാ, ഇത്ര അസാധ്യമായിട്ടുള്ളൊരു സിംഗറാണ് കേട്ടോ. പിന്നെ അതെന്തോ ഒരു കോൺഫിഡൻസ് പോയതിൻ്റെ പേരിൽ എനിക്കും ശരത്തേട്ടൻ പറഞ്ഞ ഡൗട്ടുണ്ട്. ഇങ്ങോട്ടൊക്കെ നോക്കിയപ്പോഴത്തേക്കും വല്ല ഞങ്ങൾ പേനെടുത്ത ഞാനിവിടെ അത് സൂപ്പർ എന്നൊക്കെ എഴുതിയതാ. അപ്പൊ കൊച്ചു വിചാരിക്കും ഇവിടെ വേറെ എന്തോ എഴുതണാണെന്ന്. അപ്പൊ എന്തായി ഇപ്പൊ? ഇല്ല, പിന്നെ അത് ആ തേടുവതാരെ പോയപ്പം തന്നെ കുഞ്ഞിന്റെ കോൺഫിഡൻസ് പോയി. പിന്നെ നമ്മുടെ മോൽ അവിടെ ഗ്രാഫ് ഇങ്ങനെ താഴേക്ക് സാരമില്ല. ഇന്നിങ്ങനെ മോള് അസാധ്യ സിംഗർ അല്ലേ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സനിക, നല്ല പാട്ടാണ് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. എനിക്ക് ബിന്നിയുടെ തുന്തിലം ആടുന്നൊന്ന് കാണണം. അടുത്ത എപ്പിസോഡിലെങ്കിലും പ്ലീസ് എനിക്കൊന്ന് കാണിച്ചു തരണം. കാണണോ? വേണം. അടുത്ത എപ്പിസോഡിൽ കാണിച്ചു. അടുത്ത സനിക വന്ന് കിട്ടുക്കാച്ചിയായിട്ട് ഞങ്ങളെ ഉൽപ്രേക്ഷകരമായിട്ട് ബ്ലൂമന്തിങ് ഗബ്ലാഡ്ജികമായിട്ട് പാടുമ്പോഴത്തേക്ക് കിട്ടും. സനിക, ടുഡേ വി ആർ ഗിവിംഗ് യു 97 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ആദ്യ ഒരു ജാനകി അമ്മ പൂക്കുറ്റി. അപ്പൊ സനിക കുട്ടികളുടെ ബെസ്റ്റ്. താങ്ക് യു. കിന്നാരം ചൊല്ലി കൂട്ടുകൂടാനായിട്ട് നമ്മുടെ ലച്ചുകുട്ടി എത്തുന്നു. വെൽക്കം ലക്ഷ്യ ഓൺ സ്റ്റേജ്. അയ്യടാ, നല്ല ഉടുപ്പ്, സുന്ദരി. ഓ, ഇതല്ലേ ഇവാൻകുട്ടന്റെ ലച്ചുകുട്ടി ചോദിക്കുന്ന കേട്ടില്ലേ, ഇവാൻകുട്ടന്റെ ലച്ചുകുട്ടിയാണോ എന്ന്. അങ്ങനെയൊക്കെ പേര് വന്നാ മോശമല്ലേ? ഇപ്പൊ ലച്ചുകുട്ടി, ഇപ്പൊ എന്നെ MG ശ്രീകുമാർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സുഖമുണ്ട്. ഇത് കുട്ടപ്പൻ പിള്ളയുടെ MG ശ്രീകുമാർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബോറ് പരിപാടിയല്ലേ? അതാരാണ്? ഇനി മോടടുത്ത് ചോദിക്കുന്നു, ഇത് ഇവാൻകുട്ടന്റെ കുട്ടിയല്ലേ എന്ന്. അത് ശരിയാണോ? ശരിയാണ്. അവക്കത് ഇഷ്ടാണ് ചേട്ടാ. അവക്കത് ഇഷ്ടമാണ്. സമ്മതിച്ചു. ദിവസം ട്രെയിനിൽ പോയപ്പോ ഞങ്ങളെ അറിയപ്പെടുന്നു ഇവരെ. ഓ, ട്രെയിനിലുള്ള ആൾക്കാരൊക്കെ ഇത് ലച്ചു അല്ലേ അങ്ങനെ ചോദിച്ചു. അങ്ങനെ ലച്ചു ആന്ന് അറിയപ്പെടുന്നു. അത് ഇവാൻകുട്ടൻ വഴി അവർ ചോദിച്ചോ ഇജോക്കുട്ടന്റെ ലച്ചു അല്ലേന്ന്? ആ ചോദിച്ചു. അല്ല, ചോദിച്ചില്ല. വെറും ലച്ചു അല്ലേന്ന്? അവര് ഞങ്ങളെ ഫോട്ടോ ഒക്കെ എടുത്തു. ഓ, അറിയപ്പെട്ടതിന് ശേഷം ഫോട്ടോയും. അപ്പൊ ഏത് പാട്ടാ പാടുന്നേ? പൊന്നു വിതച്ചാലും. അത് പൊന്നു വിതച്ചാലും. ഏ സിനിമ? സിനിമ ഐരമേനി. ബാക്കി മ്യൂസിക് SP വെങ്കടേഷ് സാർ. അന്ന ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ. പാടിയത് യേശുദാസ് അങ്കിൾ. ഇയർ 1999. വെരി ഗുഡ്, വെരി ഗുഡ്. റെഡി ആയിട്ട് വന്നിരിക്കുക. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇജോ കുട്ടനും നമ്മുടെ ഷൈൻ ടോം ചാക്കവും കൂടെ ഇവിടെ ഡാൻസ് ചെയ്ത് തകർത്തു. ആ അങ്കിളിന്റെ ഡാൻസ് എങ്ങനെയല്ലേ? എന്നിട്ട് ഇവിടെ വന്ന് ആദ്യം ചോദിച്ചത് എന്താണെന്നറിയോ? ഇജോ കുട്ടനെ കണ്ട ഉടനെ ചോദിച്ചു, നമ്മുടെ ലച്ചുകുട്ടി എന്ത് ചെയ്യുന്നു ചോദിച്ചു. അവൻ പറഞ്ഞു, അവൾ അവിടെ എങ്ങാണ്ട് കിടന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞു. പോരെ? ഓക്കെ. പൊന്നു വിതച്ചാലും
മെതിച്ചാലും പുറവിലപ്പുലയ്ക്ക് പഴം കഞ്ഞി. ഇല്ലം നിറഞ്ഞാലും വല്ലം കുമിഞ്ഞാലും കുമ്പാളക്കുറുമന്നൊരിരുനാഴി. പൊന്നു വേദച്ചാലും പഴം മേദിച്ചാലും പുറവിലപ്പുലയ്ക്ക് പഴം കഞ്ഞി. ഇല്ലം നിറഞ്ഞാലും വല്ലം കുമിഞ്ഞാലും കുമ്പാളക്കുറുമന്നൊരിരുനാഴി. ഉലകേഴും വാഴും ഉടയോനെന്നാലും അത്താഴം തേടും അടിയാനെന്നാലും ഒടുക്കമുന്നുറങ്ങാനാരടി മന്നാണേ. ഒടുക്കമുന്നുറങ്ങാനാരടി മന്നാണേ. പൊന്നു വേദച്ചാലും പഴം മേദിച്ചാലും പുറവിലപ്പുലയ്ക്ക് പഴം കഞ്ഞി. കൊരനീട്ടിക്കൂകീരാക്കോയി ചാത്തൻ പുലരാൻ കുന്നിൻ പൊങ്ങി പുലരിക്കതിരോ. വെയിൽ വന്നു വീണു വെളിവോടു നന്നു വേനൽപ്പാടം കിളികൾ പാടും പാടം. തേവി നനയ്ക്കാൻ പോരാമോ കൊയ്തു മെതിക്കാൻ കൂടാമോ. തേവി നനയ്ക്കാൻ പോരാമോ കൊയ്തു മെതിക്കാൻ കൂടാമോ. വായോ വായോ വായാടിക്കിളിയേ. വായോ വായോ വായാടിക്കിളിയേ. പൊന്നു വീതച്ചാലും പഴം മെതിച്ചാലും പുറവിലപ്പുലയ്ക്ക് പഴം കഞ്ഞി. ഇരുവേനൽ പോയി മഴമാസം പോയി മകരം വന്നേ കുളിരും മഞ്ഞും വീണേ. മലവാരം പൂത്തേ മാമ്പൂവും പൂത്തേ കാവടിയാട് കന്നി കാവടിയാട്. ഉഴുതുമറിക്കാൻ പോരാമോ മുത്തു വിതയ്ക്കാൻ കൂടാമോ. ഉഴുതുമറിക്കാൻ പോരാമോ മുത്തു വിതയ്ക്കാൻ കൂടാമോ. വായോ വായോ ചിങ്ങപ്പൊന്മുകിലേ. വായോ വായോ ചിങ്ങപ്പൊന്മുകിലേ. പൊന്നു വേദച്ചാലും പഴം മേദിച്ചാലും പുറവിലപ്പുലയ്ക്ക് പഴം കഞ്ഞി. ഇല്ലം നിറഞ്ഞാലും വല്ലം കുമിഞ്ഞാലും കുമ്പാളക്കുറുമന്നൊരിരുനാഴി. ഉലകേഴും വാഴും ഉടയോനെന്നാലും അത്താഴം തേടും അടിയാനെന്നാലും ഒടുക്കമുന്നുറങ്ങാനാരടി മന്നാണേ. ഒടുക്കമുന്നുറങ്ങാനാരടി മന്നാണേ. പൊന്നു Let's good.
എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു. ഈ പാട്ട് കേട്ടപ്പോൾ മോടെ ഒരു ഓമനത്വവും എന്താ പറയുന്നത്, മോടെ ഒരു ഇന്നസെൻസും എല്ലാം കൂടെ വന്നപ്പോൾ ഈ പാട്ടിന് ഒരു നല്ലൊരു മോടി പിടിപ്പിച്ച പോലെ തോന്നി. നല്ല സുഖമായിരുന്നു കേൾക്കാൻ. അതുപോലെ തന്നെ വെങ്കടേഷ് സാറിൻ്റെ മ്യൂസിക്, അതെല്ലാം ഈ ഒരു നാടൻ ശൈലി വന്നിട്ട് അതിനുശേഷം ഒരു ബീജിയം വന്നപ്പോഴത്തേക്ക് വേറെ കുറേ നോട്ട്സൊക്കെ വന്നിട്ട് തിരിച്ചു വന്നപ്പം ഒരു മൊണോട്ടണി അങ്ങ് മാറി. ഇപ്പം ചിങ്കിഞ്ചി 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 ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറേ കഴിയുമ്പം ദേഷ്യം വരും. അപ്പം അതിനിടയിൽ ഒരു ചേഞ്ച് ഓവർ വന്നപ്പോഴത്തേക്ക് കുഴപ്പമില്ല എന്നൊരു തോന്നൽ തോന്നി. അല്ല, പറഞ്ഞേ ഉള്ളൂ. എന്തായാലും നല്ല സെലക്ഷൻ. 1000 മേനി എന്നുള്ള പടം അല്ലേ, നല്ല പാട്ട്, നല്ല അർത്ഥവത്തായിട്ട് നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയിട്ടുണ്ട്. നല്ല രസമുള്ള പാട്ട് മോള് ഭംഗിയായിട്ട് പാടി. ഒരു കുഞ്ഞ് പാടുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സുഖം ഏറെയായിരുന്നു. നന്നായി മോളെ. മോൾ ഈ തമാശയൊക്കെ പറയുമെങ്കിലും പാടുമ്പോഴത്തേക്ക് സീരിയസാണ്, വളരെ സീരിയസാണ്. മക്കളെ എന്തോ നന്നായിട്ട് പാടിയതാ. താങ്ക് യു. തമിഴിലൊരു പറച്ചിലുണ്ട്, കുഴലിസை என்பார் யாழிசை என்பார் മഴலை ചൊൽ കേളാതോർ. കുഴലിസ, ആഹാ, അതിൻ്റെ അപ്പുറത്തൊരു മ്യൂസിക് ഇല്ല. യാഴിസ, ഓ, അതിൻ്റെ അപ്പുറത്തൊരു മ്യൂസിക് ഇല്ല എന്ന് പറയും. ആര്? കുഞ്ഞുങ്ങളുടെ ശബ്ദം കേൾക്കാത്തവരെന്ന്. അല്ല, ലാസ്റ്റ് പറഞ്ഞത് മടലെടുത്ത് അടിക്കുന്നു. അച്ഛാ, മഴലൈ ചൊൽ കേളാതോർ. മഴലൈ എന്ന് പറഞ്ഞ കുഞ്ഞു, പൊടിക്കുഞ്ഞുങ്ങളുടെ ശബ്ദം കേൾക്കാത്തവരാണ് മറ്റുള്ളതൊക്കെ ഭയങ്കരമാണെന്ന് പറയുന്നത് കേട്ടോ. എന്നാലും കുഞ്ഞു പാടുമ്പോൾ എന്ത് സുഖമാണെന്നറിയാം. ആ ചില വാക്കുകൾ മോള് ഉച്ചരിക്കുന്ന വിധം ഒക്കെ നല്ല സുഖമാണ് കേൾക്കാൻ. ചിലരൊന്നും മനസ്സിലാവത്തതുമില്ല, കുറച്ചൊക്കെ തേഞ്ഞു മാഞ്ഞൊക്കെ ഇരിക്കും, എങ്കിലും അതിനൊരു സുഖമുണ്ട്. നല്ല രസമാണ്. ശരത്തങ്ങളിൽ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അതൊക്കെ കണ്ടിന്യൂ. ഇപ്പൊ എങ്ങനെ എവിടെ പോയതായിരുന്നു അതൊക്കെ? എവിടെ പോയി? അത് ശരി. അപ്പൊ ഈ പറഞ്ഞ കാര്യം ഒന്നുമല്ല കുഞ്ഞ് കേട്ടത്. അതാ കുഞ്ഞ് ഇത് ആലോചിച്ചോണ്ടിരുന്നു ഞാൻ എവിടെ പോയെന്ന്. മക്കളെ, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാനിപ്പോ ദാസങ്കിളൊക്കെ അല്ലേ, ദാസപ്പൂപ്പൻ പാടുന്ന യേശുദാസ് അങ്കിൾ, അദ്ദേഹമൊക്കെ താമസിക്കുന്ന US അവിടെ പോയിരുന്നു കേട്ടോ. അവിടെ കുറച്ച് ഫ്ലൈറ്റ് പോയി. ഊന്നോ? ഊന്ന് പോയി അവിടെ കേട്ടോ മോളെ. പോയിട്ട് അവിടെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, അതിന് പോയതാ ചിത്ര ആന്റിയുടെ കൂടെ കേട്ടോ. പോയിട്ട് ഇപ്പം വന്നു, ശരത്തങ്ങൾ ലാൻഡ് ചെയ്തു. താങ്ക് യു മുത്തേ. അത് അവളെ അറ്റ്ലീസ്റ്റ് അത് തിരക്കിയല്ലോ. ലവ് യു മുത്തേ. താങ്ക് യു. മക്കളോ എന്തോ വെച്ചക്കുട്ടാ നന്നായിട്ട് പാടിട്ടോ. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു. ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ എന്താ പറയണ, ഇങ്ങനെ ഒരു ആടി കേട്ടു എന്നുവെച്ചാൽ ഞാൻ. പക്ഷെ എനിക്കൊരു അത്ഭുതം തോന്നിയത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ പാട്ട് വായിൽ വരാൻ ഈസിയല്ല. ഈ ലിറിക്സ് ഇതിൻ്റെ നോക്കൂ. കൊര നീട്ടിക്കൂകി രാക്കോഴി ചാത്തൻ, പുലരാൻ കുന്നിൽ പൊങ്ങി പുലരിക്കതിരോ, ഇങ്ങനെയുള്ള വേർഡ്സ് നിറയുണ്ട് ഇതിലെ. കൊച്ചു കുഞ്ഞുങ്ങളുടെ വായിൽ വരാനേ വളരെ ബുദ്ധിമുട്ടാണ്. മുത്ത് വിതയ്ക്കാൻ കൊടുമോ. ഞാൻ ഈ കൊര തുടങ്ങിയില്ലേ, കൊരങ്ങന്നാ ഞാൻ കേട്ടു. അന്ന് പാടിക്കത് എന്നാ ഞാൻ കേട്ടത്. അത് മീനുട്ടിയെ നോക്കി പാടിയതാ, കൊരങ്ങി അങ്ങോട്ട് നോക്കി തന്നെയാ പാടുന്നത്. മീനാക്ഷി ചേച്ചി. അല്ലല്ല, വേറൊന്നും വായോ വായോ. മക്കളെ, ഈ വേർഡ്സ് ഇത് പഠിച്ചെടുക്കാൻ എത്ര ദിവസം എടുത്തു? 1.5 ഒരു 4 ദിവസം. 4 ദിവസം. അത്രയും ബുദ്ധിമുട്ടായത് കുഞ്ഞിന്റെ വായിൽ വന്ന് നുഴയാൻ. അതൊക്കെ മിടുക്കി കേട്ടോ. അപ്പൊ അതൊക്കെ തെറ്റില്ലാതെ പാടിയില്ലേ കേട്ടാ. മിടുക്കി കേട്ടോ, നന്നായിരുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. സോ ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകുരേ. താങ്ക് യു. മീനാക്ഷി ചേച്ചി, എന്തോ എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. നിങ്ങൾക്ക് എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ? ഇന്ന് എന്നെ ഒന്ന് അങ്ങോട്ട് വിളിച്ചുവിടെ. വാട കണ്ണേ, വാ. അച്ചോടാ. അയ്യോ, ഇതാരിത് മക്കളെ? കയ്യൊക്കെ തണുത്തിരിക്കുന്നല്ലോ. അതെന്ത് പറ്റി? പേടിച്ചോയോ? പിന്നെ തണുപ്പൊന്നും നിന്നിട്ട് എന്റെ കയ്യും തണുത്തിരിക്കുകയല്ലേ. ഇതിനകത്ത് ഭയങ്കര AC അല്ലയോ? എന്തായാലും മോള് നന്നായിട്ട് പാടി കേട്ടു. മോള് സുന്ദരിയാണല്ലോ. ഞാനിപ്പോ അടുത്ത് കണ്ടപ്പോഴാ മനസ്സിലായത്. അതിസുന്ദരിയാണ് മോള്.
ബെന്യാൻ്റെ ലിപ്സ്റ്റിക് ഉമ്മ. അവിടെ കിടന്ന് ഉറങ്ങിക്കോ മക്കളെ. അടുത്ത ആളിനെ വിളിക്കും മീനാക്ഷി. അത് ഇരിക്കുന്നതൊക്കെ പെടലിയൊക്കെ കുടുങ്ങി. കുട്ടിയാട്ടോ നല്ല സുന്ദരിയാ. ധൃതരാഷ്ട്രാലിംഗനം വരുന്നുണ്ട്. അതാ. അടുത്ത് കണ്ടപ്പോ എന്താ ചന്ത. അയ്യോ തലമുടി എന്ത് രസം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ്. എല്ലാവരും എൻജോയ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.